ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരിക്കലും ഞാനൊന്നും തട്ടിപ്പറിക്കില്ല മോളെ. ആദിയുടെ കാര്യവും അങ്ങനെ തന്നെയാ. അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാനുള്ള സമയം നീ നിത്തേച്ചിക്കൊന്നതാ. ഇവരെങ്ങോട്ടെങ്കിലും പോയാൽ ഈ കല്യാണം നടക്കില്ലെന്നും അതുകൊണ്ട് അമ്മയെ പിരിയേണ്ടി വരില്ലെന്നും ഇവര് തമ്മിൽ പ്ലാൻ ചെയ്തു. എനിക്ക് നിത്യാമ്മ വിട്ട് പോവാൻ പറ്റില്ല. എന്നെ പറഞ്ഞെങ്കിലൊന്ന് പറ അമ്മ. നിത്യമ്മേനെ വിട്ട് മോൻ ഒരിടത്തും പോവില്ല. നിത്യമ്മ മോനെ ആർക്കും വിട്ടു കൊടുക്കില്ല. അല്ല സാറേ, ഇതുവരെ ഈ കുട്ടികൾ എവിടെയായിരുന്നു? നിങ്ങൾക്ക് ഇവരെ എവിടെന്നാ കിട്ടിയേ? ഇവര് പറഞ്ഞനുസരിച്ച് നമ്മുടെ കാവിന്റെ അടുത്തൊരു കാട് പ്രദേശമുണ്ട്. ആ, അവിടേക്ക് അവര് പോയത്. അയ്യോ, രാത്രി രണ്ടുപേരും പേടിച്ചവിടെ നിൽക്കുകയായിരുന്നു. അപ്പൊ സന്യാസി അവരുടെ മുമ്പിൽ വന്നെന്നും അദ്ദേഹം ഇവരെ സ്റ്റേഷനിലെത്തിച്ചെന്ന ഇവരുടെ മൊഴി. പക്ഷേ അങ്ങനെ ഒരാളെ ഞങ്ങളുടെ കൈ കിട്ടിയിട്ടില്ല. മേ ബി അയാൾ വന്നിരിക്കാം, പോയിരിക്കാം. എന്തായാലും കുഞ്ഞുങ്ങളെ രക്ഷപ്പെട്ടല്ലോ. അത് ഭാഗ്യായി. കല്യാണി വാ മോളെ. നന്നായി പ്രാർത്ഥിച്ചോ. നിങ്ങളെ രക്ഷിച്ചത് ഈ ദൈവം. മിസ്റ്റർ രാമകൃഷ്ണൻ, എന്താ സാർ? കാലത്ര നല്ലതല്ല. പിള്ളേര് ചിലപ്പോ ചെറിയ ചെറിയ പിണക്കങ്ങൾ വലിയ വലിയ കാര്യങ്ങളിൽ കൊണ്ടെത്തിക്കും. എത്രയും പെട്ടെന്ന് അതൊക്കെ ഒഴിവാക്കാൻ നോക്കും. പിന്നെ നിങ്ങളുടെ കുടുംബത്തില് ഇങ്ങനെ ഒരു കാര്യം നടന്നതിൽ എനിക്ക് പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല. അതിന്റെ തെളിവൊക്കെ എന്റെ കയ്യിലുണ്ടല്ലോ. എനിവേ, ഞാൻ പോന്നു. ഓ, താങ്ക് യു സാർ. ഇവിടെ ചിലർക്ക് എന്നെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ അവസാനിച്ചു കാണുമല്ലോ. കുട്ടികൾ തിരിച്ചു വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം എനിക്കാ. വെറുതെ ദുഷ്പേര് കേൾക്കണ്ടല്ലോ. അപ്പൊ ഞാനോ? ആ, നീ സുജാതെ, ഞാനൊരു കാര്യം പറയട്ടെ. നാളെ കഴിഞ്ഞ ജ്യോതിയുടെ വിവാഹം. അപ്പോഴേക്കും ആദിയുടെ മനസ്സിൽ നിന്ന് ഈ പേടി അങ്ങ് മാറുമെന്ന് എന്തായാലും ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. മനുവിന്റെ വീട്ടുകാരോട് സംസാരിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് മോനെ അങ്ങോട്ട് അയക്കാം. അത് മതി അമ്മാവ.
ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ആദിക്കൊന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് സമയവും കിട്ടും. സുജാത എന്തു പറയുന്നു? ഇപ്പോഴായാലും കുറച്ച് കഴിഞ്ഞായാലും ഈ പറയുന്ന വേദനയൊക്കെ ഉണ്ടാവും. കണ്ടില്ലേ അവൻ തിരിച്ചു വന്നപ്പോ നിത്യ കാണിച്ചു കൂട്ടിയത്? അതൊരു അമ്മ എന്ന സത്യത്തിന് മാത്രമേ പറ്റൂ. എന്നാലും നമുക്ക് നോക്കാം രാമകൃഷ്ണേട്ടാ. ഇപ്പോ അങ്ങനെ തന്നെ തീരുമാനിക്കാം. ആയിക്കോട്ടെ സുജാതെ. ഇപ്പോഴേ നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം ജ്യോതിയുടെ വിവാഹ. അത് അതിഗംഭീരമായിട്ട് നടത്താനുള്ള കാര്യങ്ങൾ ആലോചിക്കാം. മറ്റൊന്നും ഇപ്പൊ മനസ്സിലോട്ടെടുക്കണ്ട. മനുവിന്റെ വീട്ടിൽ നിന്ന് ആരോ ബന്ധുക്കൾ വരുന്നു പറഞ്ഞിരുന്നു. അതാ നിന്നോട് ഒരുങ്ങിയിരിക്കാൻ പറഞ്ഞത്. നിനക്ക് നിത്യേച്ചി പേടിയുണ്ടോ? ആരിൽ നിന്നും ഒരിക്കലും ഞാനൊന്നും തട്ടിപ്പറിക്കില്ല മോളെ. ആദിയുടെ കാര്യവും അങ്ങനെ തന്നെയാ. അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാനുള്ള സമയം നീ നിത്യേച്ചിക്കൊന്നതാ. നിത്യേച്ചി, ഞാൻ പറഞ്ഞതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്ക്. നിത്യേച്ചി എന്നും എന്റെ നല്ലതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളൂ. ഞാനെന്തോ പെട്ടെന്നുള്ളൊരു തോന്നല്. നിത്യ, താനൊന്ന് പുറത്തേക്ക് പോ. എനിക്ക് ജ്യോതിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അവളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് തന്നെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും അവളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലല്ലോ. മധുര